ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ടൊന്ന് നെടുകെ മുറിക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 പഴവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കോക്കനട്ട് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അവലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പൊടിഞ്ഞ് വരണം. ആ രീതിയിൽ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. പഴം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നേരം മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലൊക്കെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മെൽറ്റായിട്ട് വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്തോറും നമുക്ക് മെൽറ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. പഞ്ചസാര അപ്പോൾ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മെൽറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാം. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് ഞാനൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കീറി നമുക്ക് മിക്സി ജാറിൻ്റെ ചെറിയ ജാറിലെ മിക്സിയുടെ ആ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 സ്ലൈസ് ബ്രെഡ് ഞാൻ കീറി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് പൊടിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതപ്പോൾ കറക്റ്റ് ക്രംസ് ആയോന്ന് അറിയാനായിട്ട് നമുക്ക് മണൽത്തരി ഉണ്ടല്ലോ, ഒന്നിനൊന്നും തൊടാതെ കിടക്കുന്ന മണൽത്തരി പോലെ ആയിരിക്കുള്ളൂ ഇത്. അതുപോലെ തന്നെ നമുക്ക് കയ്യിലെടുത്താൽ തന്നെ അറിയാൻ പറ്റും. നല്ല പൊടിയായിട്ട് നല്ല ഇതായിട്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു കളറായപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഡാർക്കാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഈ പാത്രത്തിന് ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വെച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. ഉടനെ തന്നെ നിങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം മിക്സിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഈ അവലൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ പൊടിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവലും പഴവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഏത്തപ്പഴ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം മിക്സിയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കാം. ഇതിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിനും ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. അതിനുശേഷം ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഓയിലപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഇത് ക്രംസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയാൽ മതി. എല്ലാം കുക്ക്ഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാനപ്പോൾ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ചെറുതായി ഒന്ന് കളർ മാറുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒട്ടുമിക്ക കുട്ടികൾക്കും ഏത്തപ്പഴത്തിൻ്റെ തൊലിയിലൊക്കെ ചെറിയൊരു പുള്ളിക്കുത്ത് വന്നാൽ പോലും കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് മിക്ക കുട്ടികളും. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും ഏത്തപ്പഴം പൊതുവെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.